Hi guys, welcome to Sumaki family. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ നമ്മുടെ മോർണിംഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ചായ, അത് ഞാൻ പറഞ്ഞല്ലോ, ചായ കുടിച്ചാലാണ് നമുക്കൊരു ഉഷാറ് കിട്ടുള്ളൂ. അപ്പോൾ ചായയുടെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, ഒരു സിമ്പിളായിട്ടൊരു പൊട്ടാറ്റോ കറിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ സ്റ്റൂവിനൊക്കെ തയ്യാറാക്കുന്ന, അത് ഞാൻ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും പൊട്ടാറ്റോ കറിയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ പൊട്ടാറ്റോ കറിയുടെ റെസിപ്പി ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുകയാണേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളത് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ പൂരിക്കൊക്കെ ബജ്ജി ഉണ്ടാക്കില്ലേ, ആ ഒരു സെയിം ഇത് തന്നെയാണ്. പക്ഷേ ഇത് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക, എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പൊട്ടാറ്റോ അരിഞ്ഞിട്ടു, അതിനുശേഷം നമ്മളിതാ സവോള കട്ട് ചെയ്തിടുകയാണ്. പിന്നെ ഇഞ്ചി ഇതിൽ ചേർക്കും, പിന്നെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമുള്ള കാര്യമല്ല. ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള രീതിയാണ്. നമുക്കതല്ല കുക്കർ എന്താ പറയുക, ഈ പൊട്ടാറ്റോ ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം സവാളൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സ്കൂളിലൊക്കെ അങ്ങനെ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു പൊട്ടാറ്റോ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് എന്താ പറയുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു യെല്ലോ കളറ് ആണല്ലോ നമ്മൾ ബജ്ജി, നമ്മളിപ്പോൾ എന്താ പറയുക, പൂരിക്കുള്ള മസാല ബജ്ജിയുടെ കളർ യെല്ലോ കളറല്ലേ. അപ്പോൾ കുറച്ച് എന്താ പറയുക, മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് ഒരു 1/4 to 1/2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, അത് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ കുക്കർ അടച്ച് വേവിക്കുകയാണ്. അപ്പോൾ 2-3-4 വിസിൽ മതി, കാരണം എന്താ പൊട്ടാറ്റോ അധികം പെട്ടെന്ന് കുക്കായിക്കോളും. അപ്പോൾ ഒരു 3-4 വിസിലൊക്കെ മതിയാവും. ഓക്കെ, 3 വിസിൽ ധാരാളമാണ്. അത് എന്തായാലും നന്നായിട്ട് വെന്ത് ഉടയുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു കറിക്ക്. പിന്നെ ഭയങ്കര ഗ്രേവി ആയിട്ടുള്ള ഒരു ഇതല്ല വേണ്ട, കുറച്ച് സെമി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഇതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആവാട്ടോ ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ അതിനിടയിൽ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കാനായിട്ട്, മാവ് കുഴക്കാനായിട്ട് നമ്മൾ ഫുഡ് പ്രോസസ്സറിലാണ്, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. വളരെ ഈസിയാണ്, നമുക്ക് ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചപ്പാത്തി കുഴച്ചെടുക്കാനുള്ള പരിപാടി നമുക്ക് വേഗം തീർക്കും. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ച് കുഴച്ചെടുക്കണം. ഞാൻ സാധാരണ അങ്ങനെ തന്നെ ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ ഈ എന്താ പറയുക, നമ്മൾ പാത്രം കഴുകാനുള്ള ഒരു മടിക്കൊക്കെ ഈ ഫുഡ് പ്രോസസ്സറൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി വെക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മടിക്കൊക്കെയാണ് പിന്നെ അത് ഉപയോഗിക്കാണ്ടായത്. പിന്നെ ഇപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയും കേട്ടോ, നമ്മൾ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനിടയിൽ ചപ്പാത്തി തയ്യാറാക്കി. നമ്മൾ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കടുക് താളിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള പൊട്ടാറ്റോ കറി തയ്യാറാവും. കണ്ടോ, ഒരു ചെറിയൊരു എന്താ പറയുക, പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് നമ്മൾ കടുക് താളിക്കുകയാണ്. ഞങ്ങൾക്ക് വറ്റൽമുളക് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ. ഞാൻ ഇതിലേക്ക് കറിവേപ്പില അല്ല കേട്ടോ കറിയിലേക്ക് ചേർത്തിരിക്കുന്നത്, മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ മല്ലിയില മാത്രമേ ചേർത്തുള്ളൂ. അതുപോലെ തന്നെ വറ്റൽമുളക് ഞാൻ പൊട്ടിച്ചിട്ടിട്ടില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകും പൊട്ടിച്ചിടാം. അപ്പോൾ അത് ചേർത്ത്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ഇതൊന്ന് തേങ്ങാപ്പാൽ, അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും, തേങ്ങാപ്പാൽ വേണമെങ്കിൽ എനിക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല ക്രീമി, നല്ല നമ്മുടെ സ്റ്റൂവിൻ്റെ ഒക്കെ ആ ടേസ്റ്റ് അല്ലേ, പൊട്ടാറ്റോ സ്റ്റൂവിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറിക്കുള്ളത്. അപ്പോൾ ആ
തേങ്ങാപ്പാലും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പിന്നെന്താ, അപ്പോൾ മല്ലിയിലൊക്കെ ചേർത്തു. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ സിമ്പിൾ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തത്. അതിനുശേഷം അതിപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള പരിപാടികളാണ്. ചോറ് വയ്ക്കാനുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കലം വെച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അരിയെടുത്ത് കഴുകി വൃത്തിയാക്കി നമ്മൾ അതിലേക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞ് ചേർത്ത് ചോറ് വേവിക്കണം. അപ്പോൾ അത് ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നത്തെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് വൈകിട്ട് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക, കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. കാരണം കുറേ നാളായിട്ട് കോസ്മെറ്റിക്സ് ഒന്നും വാങ്ങിക്കാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഞാൻ പോയത് റിലയൻസ് ട്രെൻഡ്സിലാണ് ഡ്രസ്സ് എടുക്കാൻ പോയത്. പിന്നെ കോസ്മെറ്റിക്സ് ഞാൻ വാങ്ങിച്ചത് ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ളൊരു കടയുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, MCP എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഷുഗറിൻ്റെ പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്. മേബലിൻ ഉണ്ട്, ലാക്മി ഉണ്ട്. ഇപ്പോൾ ഷുഗറിൻ്റെ കൂടി പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗറിൻ്റെ പ്രോഡക്റ്റ്സാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഇത് നെയിൽ പോളിഷാണ്. പിന്നെ ഒരു ബാങ്കിൾ കണ്ടില്ലേ, ഒരു ബാൻഡ്, എന്താ പറയുക, ബ്രേസ്ലെറ്റ് പോലെ. അത് രണ്ടും ഞാൻ റിലയൻസ് ട്രെൻഡ്സിൽ അവിടെ നമുക്ക് ഇത് ആക്സസറീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മൾ MCPന്ന് വാങ്ങിച്ച സംഭവം. ഇത് കൺസീലർ, ഇത് മെബലിൻ്റെ ആണ് കേട്ടോ. മെബലിൻ്റെ കൺസീലറാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം വാങ്ങിക്കുന്നത്. അതായത് ഈ ഒരു ടൈപ്പ്. എൻ്റെ വേറെ സ്റ്റിക്ക് ടൈപ്പ് ഉണ്ട്. അപ്പം ഇത് നല്ല ഇത് കാരമൽ, അത് ആ ഒരു ഷെയ്ഡാണ് നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേസിന് അതാണ് നല്ല. നമുക്കവിടെ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് എന്താ പറയുക, ട്രയൽ ചെയ്യും. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഏത് ഷെയ്ഡാണ് നമുക്ക് ഫേസിന് പറ്റുകയെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊരു കാരമൽ ഷെയ്ഡാണ് നമ്മൾ എടുത്തത്. എനിക്ക് എൻ്റെ ഫേസിന് അതായിരുന്നു. അതായത് ഡാർക്ക് സർക്കിൾസൊക്കെ കവർ ചെയ്യാനായിട്ട് എൻ്റെ ഫേസിന് സ്കിൻ ടോണിന് പറ്റിയൊരു സംഭവമാണ്. ഇത് കാരമലിൻ്റെ കേട്ടോ. കാരമലാണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഐറ്റം വാങ്ങിച്ചത്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഷുഗറിൻ്റെ ഐറ്റംസാണ്. അത് കുറച്ച് നാളായിട്ട് ഞാൻ ഷുഗറിൻ്റെ ഐറ്റംസ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ വന്ന സ്ഥിതിക്ക് അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണല്ലോ. നല്ലൊരു എന്താ പറയുക, ഒരു മെറൂൺ, ബ്രൗണും അല്ല മെറൂൺ അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. അതൊരു ബ്രിക്ക് കളർ എന്നൊക്കെ പറയാം. ഒരു ഡാർക്ക്, ഞാൻ കാണിക്കുന്നുണ്ടല്ലേ, ആ ഒരു കളറാണ്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണിത്. അപ്പോൾ ഈ ഒരു ബ്രൗണും അല്ല എന്നാൽ മെറൂണും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു കളർ, മനസ്സിലായോ? അതാണ് എൻ്റെ ഫേവറേറ്റ് കളർ. അപ്പോൾ അത് കിട്ടി. അത് എനിക്ക് പിന്നെ ഷെയ്ഡ് 14 ആണ് എൻ്റെ ഇത് വരുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ലൂസ് പൗഡർ. ഞാൻ കോമ്പാക്ട് പൗഡർ ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ കോമ്പാക്ട് പൗഡർ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ലൂസ് പൗഡർ ഉണ്ട്, ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ലൂസ് പൗഡർ നല്ലതാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ ട്രയൽ നമ്മൾ ഫേസിലൊക്കെ ഇട്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു ക്യാപ്പച്ചീനോ ആ ഒരു ഷെയ്ഡ്, ആ ഒരു ഇതാണ് ഇതിൻ്റെ. അപ്പോൾ എൻ്റെ ഫേസ് ഇട്ട് നോക്കിയപ്പോൾ അതായിരുന്നു പറ്റിയത്, മാച്ച് ചെയ്തത്. അപ്പോൾ ക്യാപ്പച്ചീനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇത് നല്ല ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. പൗഡർ നമ്മളിപ്പോൾ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ പ്രൈമറോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, കൺസീലറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൗഡർ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി നല്ലൊരു ഫിനിഷിങ്, നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അതായത് ലൂസ് പൗഡർ വാങ്ങിച്ചു, അതുപോലെ തന്നെ ഷുഗറിൻ്റെ ആണ് ഞാൻ ഇപ്രാവശ്യം കൂടുതൽ വാങ്ങിച്ചത് കേട്ടോ. ഷുഗറിൻ്റെ ലൂസ് പൗഡർ വാങ്ങിച്ചു, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു. പിന്നെ കൺസീലർ ഞാൻ മേബലിൻ്റെയാണ് വാങ്ങിച്ചത്.
പിന്നെ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കൊരു ലിപ് ലൈനറും കൂടി തന്നു കേട്ടോ അവർ, ഷുഗറിൻ്റെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം ഒന്ന് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. കാരണം ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനു വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നതാണ്. നമ്മുടെ വീട്ടിൽ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നതാണ്. പിന്നെന്താ, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. Sorry, but